ആ എന്നാ വിശേഷമൊക്കെ? പിന്നെ എന്താ മരക്കച്ചവടമൊക്കെ ചെയ്യുന്നില്ലേ? എന്നാ ഞാൻ മരങ്ങളൊക്കെ എടുക്കുന്നേ. ഞാൻ മഹാഗണി എടുക്കും, തേക്കെടുക്കും, ഈട്ടി എടുക്കും, പിന്നെ പൊങ്ങല്ലി എടുക്കും, അങ്ങനെ പല പല മരങ്ങളെടുക്കും. എനിക്ക് കുറച്ച് മരങ്ങൾ കൊടുക്കാണ്ട്. ഓ അതാ എന്നാ ഇത് നീ ഇത്ര അതിലൊക്കെ തിന്നിട്ട് പറഞ്ഞില്ലോ ഇതിനു മുമ്പ്. ഇപ്പഴാ തോന്നിയാ കൊടുത്തേക്കാന്ന്. കുറച്ച് നന്മ മരങ്ങളാ. നന്മമരോ? ആ അതെന്നാ മരോ പോലും നന്മ? അങ്ങനെ കുറെ മരങ്ങൾ എൻ്റെ വീട്ടിലുണ്ട്. ഒരു ലോഡ് ഉണ്ടാവുമോ? ഒരു ലോഡൊന്നും ഇല്ലെങ്കിലും ഒരു വണ്ടിക്ക് കാണും. ഒരു ലോറിക്കുള്ള കാണുമോ? ഒരു വണ്ടിയെ കയറ്റാനുള്ളത് കാണും. എന്നാ പറയാ എനിക്കറിയാമല്ലോ. അല്ല പാഴ്മരങ്ങളാണോ? അതെ, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ആതിരയിൽ അപ്പുറത്തുള്ള പറമ്പ്. അത് അതിൻ്റെ ഉടമസ്ഥൻ ഈ നാട്ടിലൊന്നുമില്ല. അയാളങ്ങ് വിദേശത്തെവിടെയാണ്. അവിടെയുണ്ട് ഒരു വാഴ, ഇങ്ങനെ വാഴക്കൊല ഫുള്ളങ്ങ് പഴുത്ത് നിൽക്കുകയാണ്. പക്ഷി തിന്നാൻ തുടങ്ങി. പക്ഷി ഉടമസ്ഥനില്ലല്ലോ. ആരാണ്ട് നോട്ടക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അയാളെ നോട്ടം അത്ര നല്ലതായതുകൊണ്ടാണല്ലോ ഈ കൊല ഇങ്ങനെ മൊത്തം പഴുത്ത് നിൽക്കുന്നത്. ആരും വെട്ടുന്നൊന്നുമില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എത്തി അതൊന്ന് പഴം ഇരിഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞു നമുക്കതിൽ നിന്ന് കുറച്ച് പഴം ഇരിഞ്ഞെടുക്കുമല്ലേ, എല്ലാം പക്ഷി തിന്നുവാണ്. അയ്യോ, അന്നേരത്തേനും വീട്ടിൽ കുറേ നന്മ മരങ്ങൾ അങ്ങ് ഇളകി. അങ്ങനെ പാടില്ല, അത് കണ്ടവൻ്റെയാണ്. അത് പഴുത്ത് നിന്നാലും അതിലേക്ക് നോക്കുക പോലും ചെയ്യരുത്. ഊറ്റിക്കാ പോലും ഇരിഞ്ഞെടുത്തേക്കരുത്. അത് ചെയ്യുന്നത് ശരിയല്ല. വല്ലവരുടെയും മുതൽ കണ്ട് നമ്മളത് ആഗ്രഹിക്കുന്നു. അവര് പറഞ്ഞ ശരിയല്ലേ? അങ്ങനെ പറയാൻ നന്മ മരങ്ങൾ വീട്ടിലുണ്ട്. ഓ ഇപ്പോഴല്ലേ പിടി നിന്റെ നന്മമരം ആക്കണം. ഞാനോർത്ത് വല്ല മരമായിരിക്കുന്നു. അങ്ങനെ പറയാൻ നന്മ മരങ്ങൾ. അത് നല്ല മനുഷ്യന്മാരാണ്, നിന്നെ പോലെയല്ല. അവർക്ക് നല്ലൊരു ഇതുണ്ട്.